നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ബൈബിറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ടെലഗ്രാമിൽ മൈനിങ് ചെയ്ത് നമുക്ക് ഒരുപാട് കോയിൻസ് ഒക്കെ ഏൺ ചെയ്തിട്ടുണ്ടാകും സൗജന്യമായി തന്നെ. ആ സൗജന്യമായി ഏൺ ചെയ്തിട്ടുള്ള കോയിൻസുകൾ കൺവേർട്ട് ചെയ്ത് ക്രിപ്റ്റോ കറൻസി ആക്കിയതിനു ശേഷം ക്രിപ്റ്റോ കറൻസി നമുക്ക് ബൈ ചെയ്യാനും സെയിൽ ചെയ്യാനും ഒക്കെ ഈ എക്സ്ചേഞ്ചുകൾ അത്യാവശ്യമാണ്. അപ്പോൾ അതിലുള്ള ഒരു എക്സ്ചേഞ്ച് ആണ് ബൈബിറ്റ് എന്ന് പറയുന്ന എക്സ്ചേഞ്ച്. ഇതിൽ എങ്ങനെയാണ് അക്കൗണ്ട് എടുക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിപ്റ്റോ കറൻസി ബൈ ചെയ്യുന്നതിനും സെൽ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള എക്സ്ചേഞ്ച് ആയിട്ടുള്ള ബൈബിറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ബൈബിറ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസിലേക്കാണ് വരുന്നത്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ഇത്തരത്തിൽ വരും. ഇനി അതുമല്ലെങ്കിൽ നേരെ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഓപ്പൺ ചെയ്ത് അതിന്റെ അവസാനത്തെ മെനു ആയിട്ടുള്ള എയർ ഡ്രോപ്പ് ക്ലിക്ക് ചെയ്യുക. അവിടെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് രണ്ടാമതായി കാണുന്ന എക്സ്ചേഞ്ച് ബൈബിറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ ഒരു രജിസ്ട്രേഷൻ കോഡ് ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ താഴെ കാണുന്ന രജിസ്റ്റർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സൈൻ അപ്പ് നൗ എന്നുള്ള ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു മെനുവിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു ഇമെയിൽ ഐഡിയും അതേപോലെ തന്നെ ബൈബിറ്റിനുള്ള ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡി മുകളിൽ അടിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഇനി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അല്ല, ഇവിടെ ബൈബിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പാസ്വേഡാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് അടിച്ചു കൊടുക്കുക. പാസ്വേഡ് 8 മുതൽ 30 ക്യാരക്ടർ വരെയുള്ള പാസ്വേഡ് ആയിരിക്കണം. അതിൽ തന്നെ ഒരു അപ്പർ കേസ് ലെറ്ററും ഒരു ലോവർ കേസ് ലെറ്ററും ആവശ്യമാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു നമ്പറും ആ പാസ്വേഡിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഞാനൊരു പാസ്വേഡ് അടിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ 4 ഓപ്ഷനുകളും ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ട്. അടുത്തത് റെഫറൽ കോഡാണ്, ഓപ്ഷനിലാണ്. പക്ഷേ നിങ്ങൾ റെഫറൽ കോഡ് അടിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ക്ലെയിം കിട്ടുകയുള്ളൂ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ആണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ കോഡ് ഇവിടെ വരുന്നതാണ്. ഇനി അത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇവിടെ മുകളിൽ നിങ്ങൾക്ക് ഇമെയിൽ, മൊബൈൽ നമ്പർ എന്ന് 2 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൽ മൊബൈൽ നമ്പർ വെച്ചും നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത് കാണിക്കുന്നത്. റെഫറൽ കോഡ് നിർബന്ധമായി നിങ്ങൾ അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് അടിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ബൈബിറ്റിന്ന് വെൽക്കം ബോണസും റിവാർഡ് പോയിന്റുകളും ഒക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം താഴെ ഇവിടെ ടിക്ക് മാർക്ക് കാണുന്നുണ്ടാകും, അത് ടിക്ക് മാർക്ക് വരുത്തുക. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇമെയിൽ വെരിഫിക്കേഷന് വരും. ഇമെയിലിലേക്ക് ഒരു OTP നമ്പർ വരും, അത് ഇവിടെ അടിച്ചു കൊടുക്കണം. നേരെ നമ്മൾ ഇവിടെ വന്ന് അടിച്ചു കൊടുക്കുകയാണ്. അത് അടിച്ചു കൊടുക്കുന്ന സമയത്ത് സ്റ്റാർട്ട് വിത്ത് റിവാർഡ്സ് എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് വരും. റെഫറൽ കോഡ് അടിച്ചെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ഗെറ്റ് ഇറ്റ് ഓൺ ഗൂഗിൾ പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൂഗിൾ പേയിലേക്ക് പോകും. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല എങ്കിൽ നേരെ താഴെ ഇൻസ്റ്റാൾ APK എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്, ഡൗൺലോഡ് കൊടുക്കുന്നു. ചില ഫോണുകളിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷൻ കിട്ടുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് APK ഫയൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡൗൺലോഡിങ്ങിൽ പോയി നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ബൈബിറ്റ് ഡൗൺലോഡ് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ബൈബിറ്റ് നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുന്നു. ആപ്പ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പൺ കൊടുക്കുന്നു. അപ്പോൾ ഓപ്പൺ ചെയ്യാനുള്ള ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു.
അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള ഇമെയിലും പാസ്വേഡും അടിച്ചു കൊടുക്കണം. ഇമെയിലും പാസ്വേഡും അടിച്ചു കൊടുത്തു. നിങ്ങൾ മൊബൈൽ നമ്പർ ആണ് സൈനപ്പ് ചെയ്യുമ്പോൾ ഉപയോഗിച്ചതെങ്കിൽ ഇവിടെ മൊബൈൽ നമ്പർ ആണ് അടിച്ചു കൊടുക്കേണ്ടത്. ഞാൻ ജിമെയിൽ അടിച്ചതുകൊണ്ട് ഇവിടെയും ജിമെയിൽ ID അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം പാസ്വേഡും അടിച്ച് ലോഗിൻ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. വെരിഫിക്കേഷൻ വരുന്നുണ്ട്. സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പസിൽ ഗെയിം വെരിഫിക്കേഷന് വേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ സ്ലൈഡ് ടു കംപ്ലീറ്റ് ദ പസിൽ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ആദ്യം കാണുന്ന ഈ ഒരു പസിൽ അടുത്ത പസിലിന്റെ മുകളിൽ കൊണ്ടുവെക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലാണ് നമുക്ക് ബൈബിറ്റ് ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാകും. ഇതൊന്നും കണ്ട് നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോന്നും എന്താണ് എന്നുള്ളത് ഓരോ വീഡിയോ ആയിട്ട് പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ബൈബിറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ കംപ്ലീറ്റ് വെരിഫിക്കേഷൻ ടു ഡെപ്പോസിറ്റ് ആൻഡ് വിൻ $30,020 വെൽക്കം ഗിഫ്റ്റ് ആയിട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. വെരിഫൈ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് അൺവെരിഫൈഡ് ആണ് എന്നുള്ളത്. നമ്മൾ വെരിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അത് അൺവെരിഫൈഡ് എന്നുള്ളത് മാറുകയുള്ളൂ. വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, ട്രേഡിംഗ് ചെയ്യാം, P2P ട്രേഡിംഗ് ചെയ്യാം, ഏൺ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ വെരിഫൈ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ആദ്യം തന്നെ കൺട്രി ആണ് ചോദിക്കുന്നത്. കൺട്രി എന്നുള്ളിടത്തിൽ ഇന്ത്യ എന്ന് കാണിക്കുന്നുണ്ടാകും. അത് അവിടെ കാണിക്കുന്നില്ലെങ്കിൽ സൈഡിൽ കാണുന്ന സെലക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ സെർച്ച് ബോക്സിൽ നിങ്ങൾക്ക് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ത്യ ആകും. അതിന് നേരെ താഴെ ഡോക്യുമെന്റ് ടൈപ്പ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ID കാർഡോ ഇനി അതല്ല പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത്, ഡ്രൈവിംഗ് ലൈസൻസ്, റെസിഡൻസ് പെർമിറ്റ്, ഇതൊക്കെ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഞാനിവിടെ ID കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു, കൺഫേം കൊടുക്കുന്നു. ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ട്. വൈൽ യൂസിങ് ദിസ് ആപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മുടെ റെസിഡന്റ് എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ നോൺ US റെസിഡന്റ് എന്നുള്ളത് ടിക്ക് കൊടുക്കുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. ഞാനിവിടെ എൻ്റെ ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡാണ് കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഡോക്യുമെന്റ് ഈസ് റീഡബിൾ എന്ന് കാണിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ബാക്ക് സൈഡ് ആണ് വേണ്ടത്. ബാക്ക് സൈഡ് നമ്മൾ ഫോട്ടോ ഒന്നുകൂടെ എടുത്തു കൊടുക്കുന്നു. അതും ഡോക്യുമെന്റ് ഈസ് റീഡബിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അപ്ലോഡിങ് കാണിക്കുന്നുണ്ട്. കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പൊ നമ്മളോട് ഒരു സെൽഫി വെരിഫിക്കേഷൻ വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് നമ്മുടെ മുഖം കറക്റ്റ് ആ ഒരു റൗണ്ടിൽ വെച്ചതിന് ശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് ടിക്ക് ആകുന്നതാണ്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് വെരിഫൈ ആയതിനു ശേഷം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ വരെ എടുക്കാം എന്നാണ് പറയുന്നത്. ഇപ്പൊ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ LV1 വെരിഫൈഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ വെരിഫിക്കേഷൻ സക്സസ് ആയിട്ടുണ്ട്, അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ വെരിഫൈ എന്നുള്ളതിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് നോക്കുന്നു. ഓക്കെ, LV1 വെരിഫൈഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഐഡന്റിറ്റി ട്രാൻസ്ഫർ എന്ന് കാണിക്കുന്നുണ്ട്, പേഴ്സണൽ ഇൻഫോ. ഓക്കെ, ഇത്തരത്തിൽ വെരിഫൈഡ് ആയി കഴിഞ്ഞതിന് ശേഷം പിറകോട്ട് തന്നെ വരുന്നു. ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള റിവാർഡ് ഹബ്ബ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് റിവാർഡ് ഇതുവരെ ഒന്നും നമ്മൾ ക്ലെയിം ചെയ്തിട്ടില്ല. അതിന്റെ താഴെ നിങ്ങൾക്ക് 20 USDT കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. ഇത് എനിക്ക് 20 ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്രയല്ല ഉണ്ടാവുക, ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയിട്ടുള്ളത് അത് ക്ലെയിം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ വെൽക്കം ഗിഫ്റ്റ് വാലിഡും അതേപോലെ തന്നെ ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. നമ്മൾ ക്ലെയിം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. യുവർ റിവാർഡ് ക്ലെയിം ഈസ് സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ റിവാർഡ് ഹബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും മൈ റിവാർഡ് എന്നുള്ളിടത്തിൽ 1 എന്ന് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോ അത് ക്ലെയിം ചെയ്തെടുത്തതാണ്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക്
ആ കൂപ്പണ് 20 USDT ഉപയോഗിച്ച് ട്രേഡിംഗിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. യൂസ് കൊടുത്താൽ മതി. ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല, നേരെ പിറകോട്ട് തന്നെ പോകുന്നു. ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ നമുക്ക് ബൈബിറ്റിൽ അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഇതിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇത്തരത്തിലുള്ള നല്ല ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.